സുന്നത്താണ്. രണ്ടാമത്തേതോ പ്രവാചകൻ പറഞ്ഞത് ചെയ്യാൻ കൽപ്പിച്ചത്, പ്രവാചകൻ ചെയ്യാൻ നിർദ്ദേശിച്ചത്, അതും എന്താണ്? സുന്നത്താണ്. പ്രവാചകൻ ചെയ്തോളന്നില്ല. പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം പ്രവാചകൻ എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യണം എന്ന് എന്ത് ചെയ്യാം? പ്രവാചകന് പറയാം. അതുപോലെ അവിടേക്ക് സംസാരത്തിൽ വരും. സമയമുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് എത്തും. അപ്പൊ എന്താണ് പ്രവാചകൻ ചെയ്തത്? എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയാൽ ബാക്കി സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പ്രവാചകൻ ചെയ്തത് സുന്നത്താണ്. പ്രവാചകൻ ചെയ്യാൻ നിർദ്ദേശിച്ചത് സുന്നത്താണ്. ഇനി ചില കാര്യങ്ങൾ പ്രവാചകൻ ചിലപ്പോൾ പറഞ്ഞോളൊന്നുമില്ല, പ്രവാചകൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവൂല. പ്രവാചകൻ ചിലപ്പോൾ എന്ത് ചെയ്തു? അത് കാണുകയോ അറിയുകയോ ചെയ്തപ്പോ പ്രവാചകൻ എന്ത് ചെയ്തു? അതിന് അനുമതി. ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നതോ പറയുന്നതോ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ പ്രവാചകന്റെ ബാധ്യത എന്താണ്? പാടില്ലാത്തതാണെങ്കിൽ അത് പാടില്ല എന്ന് പറയുകയും നിരോധിക്കുകയും ചെയ്യണം. പ്രവാചകൻ അങ്ങനെ നിരോധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ദീനിൽ അനുവദനീയമാണ്. അപ്പൊ സാധാരണ പണ്ഡിതന്മാർ സുന്നത്തിന് പറയുന്ന നിർവചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ അനുവാദം, ഇവ മൂന്നുമാണ് ഇത് സുന്നത്ത്. പ്രവാചകൻ ചെയ്തതിന് സുന്നത്ത് എന്നതാണ് ഒരു ഉദാഹരണം പറയേണ്ട ആവശ്യമുണ്ടോ? പ്രവാചകൻ ചെയ്തതിന് സുന്നത്ത് നമ്മൾ പറഞ്ഞു. എത്രയോ സുന്നത്ത്. ഒന്നും വേണ്ട, നോഹലിന്റെ ശേഷമുള്ള 2 സുന്നത്ത് എടുത്തോ. പ്രവാചകൻ ദീർഘ സാധാരണ ചെയ്യാറുണ്ട്. ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പ്രവാചകൻ ചെയ്തത്, പ്രവാചകൻ പറഞ്ഞതോ? പ്രവാചകൻ പറഞ്ഞ സുന്നത്ത് ഉദാഹരണം വേണോ? വേണ്ട. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. എന്താണ്? ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എപ്രകാരം കണ്ടുവോ അതുപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ഇനി പ്രവാചകന്റെ അനുവാദത്തിന് ഉദാഹരണം പറയും. പ്രവാചകൻ ചെയ്തിട്ടുമില്ല, പ്രവാചകൻ പറഞ്ഞിട്ടില്ല, പറയുകയും ചെയ്തിട്ടില്ല. എന്താണ്? ഒരു ഉദാഹരണം വേണം മറ്റാർക്കെങ്കിലും? എന്താണ്? മുഹറം 10 നോമ്പോ? അല്ലല്ലോ, അത് പ്രവാചകൻ മാത്രമാണല്ലോ. 9 നോമ്പ് അങ്ങനെയല്ല, അതും പ്രവാചകന്റെ വാക്കില്ലേ? അതെന്താണ്? ലൈൻ ബഖൈതു ഇലാ ഖാബിൽ, അടുത്ത വർഷം ഞാൻ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 9 നോൽക്കും എന്നുള്ള പ്രവാചകൻ എന്താണ്? വാക്കല്ലേ? ഈദിന് പാട്ട് പാടിയപ്പോ പ്രവാചകന്റെ വാക്കുണ്ടവിടെ. എന്താണ്? അബൂബക്കർ സിദ്ദീഖ് തൊട്ടടുത്തുണ്ട്. ആയിഷ ബീവിന്റെ വീട്ടിലാണ് പ്രവാചകൻ. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലെ മകളല്ലേ? അപ്പൊ അവിടെ വന്നപ്പോ 2 കുട്ടികൾ ഇങ്ങനെ പാട്ട് പാടുകയാണ് പെരുന്നാൾ ദിവസം. അപ്പൊ ഇതാക്കി രസിച്ചില്ല അബൂബക്കർ സിദ്ദീഖിന്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ആയിഷ പ്രവാചകനെ ഉപയോഗിച്ചിട്ട് പിശാചിന്റെ പാട്ട് പാടുക. പ്രവാചകൻ പാട്ട് കേൾക്കുന്നത് പ്രവാചകൻ അങ്ങോട്ട് ചെരിഞ്ഞു കിടക്കുകയാണ്. അത് കേട്ട പ്രവാചകൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ചെരിഞ്ഞു കിടക്കും. എന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കർ ഇന്നലി കുല്ലി ഖൗമിൻ ഈദൻ ഫഇന്നൽ യൗമ ഈദുനാ. അബൂബക്കർ, എല്ലാവർക്കും ഓരോ പെരുന്നാളുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ പെരുന്നാൾ ദിവസമാണ് കേട്ടോ, അത് മറക്കരുത്. എന്ന് വെച്ചാൽ എന്താ? കുട്ടികൾ പാടിക്കോട്ടെ, കുട്ടികളല്ല. പ്രവാചകൻ പലപ്പോഴും കുട്ടികൾ ചെയ്തിട്ട് പാട്ട് പാടിയൊക്കെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പാട്ടിൽ ശിർക്ക് വന്നപ്പോ ചെയ്തോരോ പാട്ടിന്റെ കുട്ടികളിങ്ങനെ പാടുക. പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ പാട്ട്, ഇസ്ലാമിനെ കുറിച്ചൊക്കെ പുകഴ്ത്തിക്കൊണ്ടൊരു പാട്ട് പാടുക. ആ പാട്ട് അങ്ങനെ പാടി കൂട്ടത്തിൽ ചെയ്തോരോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഒരു നബിയുണ്ട്. എന്താണ്? നാളെ എന്താ നടക്കുന്നത് എന്നുള്ളതും ആ നബിക്ക് അറിയാം. അങ്ങനെ ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ കേട്ടു, ഇടപെട്ടു. ഈ വരി എന്ത് ചെയ്തത്? ഇനി പാടരുത്. കാരണം എന്താണ്? ഇത് ദീനിന് വിരുദ്ധമാണ്. കേട്ടോ, പ്രവാചകൻ ചെയ്തോടെ പാടില്ലാത്തൊരു കാര്യം കേട്ടപ്പോൾ എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖിന്റെ അവിടെ പാട്ട് പാടിയപ്പോൾ എന്ത് ചെയ്തു? പാട്ട് പാടിക്കോട്ടെ എന്ന് അനുവദിച്ചു. ഇവിടെയും പാട്ട് പാടാൻ അനുവദിച്ചു. പക്ഷെ ആ പാട്ടിൽ ശിർക്ക് കലർന്നപ്പോ വൈബ് അറിയുന്ന, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഇടപെട്ടു. എന്ത് പറഞ്ഞു? പറ്റില്ല, ഈ വരി എന്ത് ചെയ്ത് പാട്ട് നിർത്തണം, ആ വരി പാടുന്നത്. അതാണ് എന്ത്? പ്രവാചകൻ. അപ്പൊ അങ്ങനെ പ്രവാചകൻ എന്താണ്? പ്രവാചകൻ വിരോധിക്കാത്ത ഒരു കാര്യം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എന്തുണ്ട്? പ്രവാചകന്റെ വാക്കുകളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖാലിദ് ഇബ്നുൽ വലീദും കൂടെ
ഒരു മുസ്ലിം സ്ത്രീ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയതാണ്, ഒരു സ്ത്രീയുടെ വീട്ടിൽ. ആ സ്ത്രീ എന്ത് ചെയ്തല്ലോ, കുറെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി. കൂട്ടത്തിൽ ഉടുമ്പിന്റെ മാംസവും സ്ത്രീ എന്ത് ചെയ്തു, പാചകം ചെയ്തു. ഉടുമ്പ്, ലൊബ് എന്നാ പറയാം. ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്ന, കത്തറ ഇഷ്ടംപോലെ കിട്ടുന്ന ഉടുമ്പ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ സാധനം. അപ്പൊ ഈ ഉടുമ്പിനെ കിട്ടി കറി വെച്ച കൂട്ടത്തിൽ എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ടാണ്, മിക്സ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഉടുമ്പിന്റെ മാംസം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി. ആര് കഴിക്കാണ് ഭക്ഷണം? റസൂലും ഖാലിദ് ബിൻ വലീദുമാണ് എന്ത്, അതിഥികൾ. അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ എന്ത് ചെയ്തു, ഈ സ്ത്രീ പറഞ്ഞു, ഇത് സാധാരണ നമ്മുടെ വീട്ടില് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പറയാ, നമ്മുടെ സ്ത്രീകൾ എന്ത് ചെയ്യും, ഇത് ചിക്കൻ ആട്ടോ, ഇത് മട്ടനാണ്, ഇത് ഫിഷാണ്, ഇന്ന ഫിഷാണ്, അതൊക്കെ എന്ത് ചെയ്യും, അത് പറയല് കുറച്ച് നല്ലൊരു ക്വാളിറ്റി ഉള്ള അതൊക്കെ അങ്ങനെ പറയല് സ്ത്രീകൾക്കൊരു എന്താണ്, അവർക്കൊരു സന്തോഷമാണ്, അതൊക്കെ കഴിക്കുന്നതും ഇഷ്ടമാവുന്ന നമ്മുടെ പ്രതീക്ഷ. അപ്പൊ ഏതായാലും എന്താണെന്നറിയോ, പിന്നെ ഇവിടെ എന്ത് ചെയ്തു, ഈ സ്ത്രീ പറഞ്ഞു, ഇത് എന്തിന്റെ മാംസം അറിയോ, എന്താണ്, ഉടുമ്പിന്റെ മാംസമാണ്. അപ്പൊ എന്ത് ചെയ്തു, ആരെടുത്ത് കഴിച്ചു, ഖാലിദ് ബിൻ വലീദ് എന്ത് ചെയ്തു, അതിങ്ങനെ കഴിച്ചു. റസൂൽ എന്ത് ചെയ്തല്ലോ, റസൂൽ വേറെ മാംസം കഴിക്കുന്നുണ്ട്. ആ ഖാലിദ് ബിൻ വലീദ് ഈ മാംസം, ഉടുമ്പിന്റെ മാംസം കഴിക്കുന്നത് എന്ത് ചെയ്തു, റസൂൽ ഇങ്ങനെ കണ്ടുകണ്ടിങ്ങനെ ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്തു. റസൂൽ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ്, ഖാലിദ് എന്ത് ചെയ്യാണ്, ഉടുമ്പിന്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഉടുമ്പിന്റെ മാംസം മതത്തിൽ അനുവദനീയമാണോ അല്ലേ? അവിടെ ഉടുമ്പിന്റെ മാംസം കഴിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? റസൂൽ ഉടുമ്പിന്റെ മാംസം കഴിച്ചോ? ഇല്ല. പക്ഷെ എന്തായി, ഉടുമ്പിന്റെ മാംസം കഴിക്കുന്നത് റസൂല് കണ്ടപ്പോൾ റസൂൽ എന്ത് ചെയ്തില്ല, തടഞ്ഞില്ല, വിരോധിച്ചില്ല. നേരെ മറിച്ച് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമായിരുന്നുവെങ്കിൽ അപ്പൊ റസൂൽ വിരോധിക്കും. അതാണ് റസൂൽ, അതാണ് റസൂൽ അനുമതി നൽകിയ വിഷയം. അങ്ങനെ പല സംഭവങ്ങൾ പറയുന്നു. അപ്പൊ ഇതാണ് ഏത്, മതത്തിൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ അമല് ഒന്നാം സ്ഥാനത്ത്, രണ്ടാമത്തെ റസൂലിന്റെ ഖൗല്, മൂന്നാമത്തെ റസൂലിന്റെ അനുവാദം, മൗനാനുവാദം, തഖ്രീറുർ റസൂൽ, തഖ്രീർ റസൂലിന്റെ സമ്മതം. ഇത് മൂന്നാണ് എന്ത്, മതത്തിന്റെ ഈ സുന്നത്ത് എന്ന് പറയുന്ന രണ്ടാം ഭാഗത്തിന്റെ വിവക്ഷ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയും, നമ്മുടെ ചുമതല ഈ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. സുന്നത്തില്ലാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റൂല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഭാഗം ആൾക്കാരുണ്ട്, അവർ അഹ്ലുൽ ഖുർആനോ അങ്ങനത്തെ പേരുണ്ട്, എനിക്ക് പേരറിയില്ല. അതായത് ഖുർആനിൽ 3 വക്ത് നമസ്കാരമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് മതി, അതന്നെ ശരിയാണോ അല്ലേ അറിഞ്ഞൂടാ. അപ്പൊ ഖുർആൻ അനുസരിച്ച് എന്ത് ചെയ്താൽ മതി, ജീവിച്ചാൽ മതി. അപ്പൊ അതിനൊക്കെ അവർ ചെയ്യുന്ന കാരണം എന്താ വെച്ചാല്, പിന്നെ കുറെ ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ചെയ്തത്. ഉദ്ധരിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ വെറുതെ എന്ന് പറയാനായിട്ട് ലഈഫാക്കും. കാരണം ഇവർക്ക് വേണ്ടാത്ത, ഇവർക്ക് പറ്റാത്ത, രുചിക്കാത്ത ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളാരാണ്, അബൂ ഹുറൈറയാണ്. അപ്പൊ എന്ത് ചെയ്തോ, അബൂ ഹുറൈറ ഹിജ്റ 6-ാം വർഷം ഖൈബർ യുദ്ധത്തിന് ശേഷം മുസ്ലിമായ ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇസ്ലാം വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ അസ്ലിയൻ ഹുവ യഹൂദി, ആരാണ്, ആള് ജൂതനാണ്. ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എന്താണ്, ജൂതന്മാരുടെ ആ ചാര പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇസ്ലാമിക വേഷം അണിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുവാണ് അബൂ ഹുറൈറ. അതുകൊണ്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്ത് ചെയ്യാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് ആര്, ഈ പറഞ്ഞ ടീം എന്ത് ചെയ്യുന്നത്, പറയാം. അപ്പൊ അബൂ ഹുറൈറയെ അങ്ങോട്ട് കാഫറാക്കി കഴിഞ്ഞാൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത എല്ലാ ഹദീസും എന്ത് ചെയ്തു, അത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാം. അതിൽ വേറെ വിഷയമുണ്ട്. അബൂ ഹുറൈറ അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഹദീസ് കൂടുതൽ പഠിച്ചു, അതൊക്കെ ഹദീസിൽ തന്നെ ഉണ്ട്. ആ സംഭവം അബൂ ഹുറൈറയുടെ പേര് പറയാൻ പറ്റുമോ? ഒരു ഇടയ്ക്ക് ഒരു ചോദ്യം, ചോക്ലേറ്റ് ഇല്ലെങ്കിൽ ഞാൻ മുകളിൽ ഞങ്ങളുടെ റൂമിൽ ആ സാധനങ്ങളൊക്കെ സുലഭമാണ്. പക്ഷെ ഒരു ചോക്ലേറ്റ് എങ്കിലും വിതരണം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സിമ്പിളാണ്. നമ്മള് അബൂ ഹുറൈറയെ കേൾക്കാത്ത ആൾക്കാരുണ്ടോ? ഹുറൈറ, ഹുർ എന്താണ്, പൂച്ച. ഹുറൈറ എന്ന് പറഞ്ഞാലോ പൂച്ചക്കുട്ടിക്കാണ്. കെൽബ് നായ, കുലൈബ് എന്ന് പറഞ്ഞാലോ നായക്കുട്ടി, അങ്ങനെയാണ്. അപ്പൊ അറബിൽ അങ്ങനെ വരിക. അങ്ങനെയാണെങ്കിൽ അബൂ ഹുറൈറ എന്ന പൂച്ചക്കുട്ടിയുടെ വാപ്പ എന്നാണ്. ആ അബു എന്ന് ചേർത്ത് എന്തായാലും നമ്മൾ അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോ അങ്ങനെ അബു എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ അബൂജഹല് എന്താ പേരെന്താ, പേരെന്താ, അംർ ഇബ്നു ഹിഷാം.
അബൂജഹലിന്റെ പേരെന്താണ്? അംർ ബിൻ ഹിഷാം. അബൂലഹബ് റസൂലിന്റെ അറാബല്ലേ? അബൂലഹബിന്റെ പേരെന്താ? അബ്ദുൽ ഉസ്സ. അബൂബക്കറിന്റെ പേരെന്തായിരുന്നു? അബ്ദുൽ കഅബ. അപ്പൊ എന്താ പറയുക ഇങ്ങനെ അപ്പൊ എന്താണ് അബൂഹുറൈറയുടെ പേരെന്താ? അബ്ദുറഹ്മാൻ. വെടി വെച്ചാണത്. ആരാ വെടി വെച്ചത്? കൊണ്ടില്ല, വെടി തെറ്റി. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. എന്താണ് പേര്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ് എന്ത് ആരുടെ പേര്? അബൂഹുറൈറയുടെ പേര്. 5374 ഹദീസുകളാണ് അബൂഹുറൈറ റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. റസൂലിന്റെ കൂടെ നടന്നിട്ട് 4 കൊല്ലം ഫുൾ ടൈം റസൂലിന്റെ കൂടെ രാവും പകലും. അങ്ങനെ വേറെ ജോലിയില്ല, അധ്വാനമില്ല, വരുമാനമില്ല. ഇപ്പൊ റസൂലിന്റെ കൂടെ നടന്ന റസൂലിനെ ആൾക്കാർ എന്ത് ചെയ്യുന്നല്ലോ, നാട്ടിലെ പ്രധാന റസൂല്, അമീർ, ഭരണാധികാരി, ഇമാം, ഖത്തീബ്, സർവോപരി അള്ളാന്റെ റസൂല് എല്ലാ നിലക്കും ചെയ്യും. ആൾക്കാരൊക്കെ റസൂലിനെ എടുത്തെടുത്ത് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കും, മാതിരിക്ക് ചെയ്യുമ്പോ കൂടെ ആരുണ്ടാവും? അപ്പൊ അബൂഹുറൈറയെ മാറ്റി നിർത്തി റസൂൽ കയറുമോ? ഇല്ല. അപ്പൊ കൂടെ അബൂഹുറൈറയെ കാണുമ്പോ ഞാൻ റസൂലെ നിങ്ങൾ മാത്രം വരിക, അബൂഹുറൈറയെ ഒന്നോട്ട് സാറുണ്ടോന്ന് പറയോ? അതും പറയില്ല. അങ്ങനെ ആരുടെ ചെലവാണ് കഴിഞ്ഞു പോകും? അബൂഹുറൈറയുടെ ചെലവ് കഴിഞ്ഞു പോകും. അങ്ങനെ എന്ത് ചെയ്യും? അവ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഒക്കെ റസൂൽ പറഞ്ഞത് എന്ത് ചെയ്തു? അതേപോലെ മനപ്പാടമാക്കി വെച്ചതുകൊണ്ടാണ് എന്ത് ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് പോലും 200 ഹദീസ് എന്ത് ചെയ്തിട്ടുള്ളൂ? റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ വേറെ. അപ്പൊ എന്തായാലും അപ്പൊ നമ്മളെ വിടാം. എന്താണ് അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം എന്തായാലും ഖുർആൻ അനുസരിച്ച് മാത്രം ചെയ്യാൻ സാധിക്കില്ല, ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ്? ഹദീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ലോഹർ നമസ്കരിക്കുക? നമ്മൾ 1 മണിക്കൂർ ഞാൻ ലോഹർ നമസ്കരിക്കുമല്ലോ. ഹദീസ് ഇല്ലാതെ ഹാഷിംക്ക് എങ്ങനെ ലോഹർ നമസ്കരിക്കാം? കഴിയുമോ? കഴിയില്ല. എങ്ങനെ നോമ്പ് നോക്കാൻ? അതിപ്പോ നോമ്പ് പിന്നെ കുറച്ചെങ്കിലും ഖുർആനിൽ കൃത്യമായി നമുക്ക് ഒരു ഹദീസിനെ ആശ്രയിക്കാതെ ചെയ്യാവുന്ന ഒരു ഇബാദത്തിന് ഏതുള്ളൂ അറിയോ? ഏതുള്ളൂ? നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തില്ലേ? എന്താണ് ആ ആയത്തിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞ അൽബക്കറിലെ ആയത്തിലൊക്കെ ഇല്ലേ? ആ ആയത്തുകളിലൊക്കെ എന്തുണ്ട്? വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി ഇലൽ ഫജ്ർ. അത് ചെയ്യാം. അപ്പൊ അവിടെ മുതൽ ഫജ്ർ വരെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. അപ്പൊ മറ്റേ പകൽ സമയത്ത് എന്താണ്? കഴിക്കാൻ പാടില്ല. അപ്പൊ കുറച്ചെങ്കിലും അത് തന്നെ കൃത്യമായി പറഞ്ഞിട്ടില്ല. നമസ്കാരം സുന്നത്തില്ലാതെ, റസൂലിന്റെ സുന്നത്തിനെ പിന്തുടരാതെ ഒരാൾക്ക് ഒരു റക്അത്ത് പോലും എന്ത് ചെയ്യാൻ പറ്റൂല? നമസ്കരിക്കാൻ പറ്റില്ല. ഖുർആൻ കാണിച്ചു തന്നിട്ടുണ്ടോ നമസ്കാരം എങ്ങനെയാണ്? ഇന്നലെ ഇവിടെ ഖത്തീബ് ഇമാം സംസാരിച്ചപ്പോ ദുആഉൽ ഇസ്തിഫ്താഹ് 4 ഉണ്ട്. ആ 4 ഏതെങ്കിലും ഒന്ന് ഓതിയിട്ട് വേണം എന്ത് ചെയ്യാൻ? നമസ്കാരം തുടങ്ങാൻ എന്ന് പറഞ്ഞില്ലേ? ഖുർആനിൽ ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ടോ? ഒന്നാമത്തെ റക്അത്തിൽ കൈ കെട്ടിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയിട്ട് നമസ്കാരം തുടങ്ങേണ്ടത് ഖുർആനിൽ പറഞ്ഞോ? ഫാത്തിഹയാണ് പിന്നെ ഓതേണ്ടതെന്ന് പറഞ്ഞോ? ഫാത്തിഹ ഓതി കഴിഞ്ഞത് സൂറത്ത് വേണം ഓതണമെന്ന് ഖുർആനിലുണ്ടോ? അത് കഴിഞ്ഞിട്ടാണ് റുക്കൂ വേണ്ടത്. റുക്കൂവിന്റെ രൂപം ഇപ്രകാരമായിരിക്കണം. റുക്കൂവിലെ പ്രാർത്ഥനകൾ ഇതാണ് ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പൊ ഖുർആൻ മാത്രം അവലംബിക്കുകയാണെങ്കിൽ നമുക്കൊരു റക്അത്ത് നമസ്കരിക്കാൻ പോലും കഴിയില്ല. അപ്പൊ നമസ്കരിക്കാൻ എന്ത് വേണം? ഖുർആൻ വേണം. അല്ല സോറി, പിന്നെ ഏത് വേണം? സുന്നത്ത് വേണം. ഇനി നമുക്ക് എന്താ അറിയോ? പിന്നെ അടുത്ത സക്കാത്ത് എടുക്കാം. സക്കാത്ത് കൊടുക്കണം. ഖുർആനിലുണ്ട് സക്കാത്ത് വാങ്ങണം എന്ന് ഖുർആനിലുണ്ട്. കൃഷിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താണ് പടരുന്ന കൃഷി, പടരാത്ത കൃഷി, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊയ്യുന്ന ദിവസം അതിന്റെ ഹക്ക് കൊടുത്തോളണം എന്ന് കൃഷിയുടെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു. കാലി സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത് പണം അത് തന്നെയും കച്ചവടം നമ്മൾ സാധാരണ പറയുന്ന കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ കൃഷിയെ കുറിച്ച് പറഞ്ഞിട്ട് കാലിയെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്വത്തിന് സമ്പത്തിന് സക്കാത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഏതിനൊക്കെ സക്കാത്ത്, എത്ര ഉണ്ടായാലും സക്കാത്ത്, അതിന് നിസാബ് എത്രയാണ്, ഉണ്ടെങ്കിൽ എത്ര ശതമാനമാണ് കൊടുക്കേണ്ടത്, അതൊന്നും ആര് പറഞ്ഞിട്ടില്ല? ഖുർആൻ പറഞ്ഞിട്ടില്ല. സക്കാത്തിന്റെ അവകാശികൾ 8 പേരെ കൃത്യമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ കണക്ക് രൂപം, എനിക്ക് ഇത്ര ശമ്പളം ഉണ്ടെങ്കിൽ, ഇത്ര വരുമാനം ഉണ്ടെങ്കിൽ ഞാൻ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് ഖുർആൻ പറഞ്ഞു. എത്ര അളവാണ് നിർബന്ധമായി കൊടുത്തിരിക്കേണ്ടത് എന്നുള്ളത് പോലും ആര് പറഞ്ഞിട്ടില്ല? ഖുർആൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ എന്ത് വേണം?
സുന്നത്ത് വേണം. നമ്മളിപ്പോ ഹജ്ജ് ചെയ്യാൻ പോവാണ്. ഹജ്ജ് ചെയ്യണം. എന്താണ്? ഇന്ന അവല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അവിടെ പറഞ്ഞു വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. ആ